എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുപ്പത് പണിയുള്ളൊരു ദിവസമാണ് ഇന്ന്. വെച്ചാൽ കുറേ ദിവസത്തിന് ശേഷം കുഞ്ഞ് ഇന്നാണ് സ്കൂളിൽ പോകുന്നത്. അവൻ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ പല പരിപാടികളും നടന്നിട്ടില്ല. വെച്ചാൽ തൂത്തുവാരുക, തൂത്തുവാരുന്നുണ്ടായിരുന്നു, തുടയ്ക്കൊന്നും നടന്നിട്ടില്ല. മഴയൊക്കെ അത് കാരണം എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. പനി, എല്ലാവർക്കും പനി, അങ്ങനെ മൊത്തത്തിൽ എല്ലാം പ്രശ്നമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. ഒരു കാര്യങ്ങളും മര്യാദയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഇന്ന് നല്ല പണിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതേ രാവിലെ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഇത്ര വലിയൊരു പണി വരാൻ പോവാന്നുള്ള കാര്യം. ചേട്ടൻ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഒരു കിറ്റ് നിറച്ച് മത്തി. എന്തും വേണ്ടി മത്തി ഉണ്ടായിരുന്നെന്നറിയോ? അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിന് മീനിൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്, മത്തിയുടെ പരിണിയിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. അവനത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിന് അവൻ്റെ അച്ഛന് ഒരു കിറ്റ് നിറച്ച് മത്തിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇനി ഇതെല്ലാം വെട്ടി കഴുകി അതിൻ്റെ മുട്ടയെല്ലാം എടുത്ത് വറക്കണം. അപ്പോൾ കുറേ പണിയുണ്ട്. അപ്പോൾ വേറൊരു ദിവസം ഞാൻ മത്തി വെട്ടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3-4 മത്തി വെട്ടുന്നത് ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന്. അപ്പോൾ മാക്സിമം ഞാനത് ഇതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ അതിൻ്റെ ചിറകുകളെല്ലാം വെട്ടിക്കളയും മത്തിയുടെ. അത് കഴിഞ്ഞ് ചെതുമ്പലെല്ലാം കളയും. ഈ അത്രയും മത്തി നമ്മൾ തോട്ടപ്പള്ളി ഹാർബറിൽ പോയി ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഐസ് ഇടാത്ത മത്തിയാണ്. അത് കാരണം തന്നെ ചെതുമ്പൽ ഇളകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഐസ് ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെതുമ്പൽ ഇളകി വരും. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉണങ്ങി പറ്റി പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുട്ടയെല്ലാം സെപ്പറേറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് മീനിൻ്റെ ചെതുമ്പൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലയും വയറിൻ്റെ ഭാഗം കൂടെ ചേർത്ത് കട്ട് ചെയ്ത് വേസ്റ്റും കളഞ്ഞ് മുട്ട മാറ്റി വെക്കും. വാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മത്തി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെതുമ്പൽ കളയുന്നത്. നമ്മൾ ആ ഒരു ഡാർക്ക് പോർഷനില്ലേ, ആ ഒരു പോർഷനിൽ ആദ്യമേ ചിരണ്ടണം. എന്നിട്ടാണ് നമ്മൾ ആ ഒരു കട്ടിയില്ലാതെ വയറിൻ്റെ ഭാഗമൊക്കെ വരുന്ന ആ ഒരു പോർഷനിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തൊലിയൊന്നും പോകാതെ തന്നെ നമുക്ക് ചെതുമ്പലെല്ലാം കളഞ്ഞ് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇപ്പം മത്തിയുടെ വീഡിയോ ഇട്ടാലും എല്ലാവരും പറയും നല്ല മത്തിയായിരുന്നു, എന്തിനാ അതിൻ്റെ തല വെട്ടിക്കളഞ്ഞത്, തല വെട്ടിക്കളഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണമെല്ലാം പോയി എന്നൊക്കെ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന മീനാണ് മത്തി. ആഴ്ചയിൽ ഒരു 2-3 വട്ടം മത്തി വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മത്തിയുടെ തലയോട് വലിയ താല്പര്യമില്ല. പിന്നെ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വേറൊരാളുണ്ട് ഈ വീട്ടിൽ. അയാൾക്കത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞാൻ തല കളയുന്നില്ല, തല ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാമേ. പിന്നെ നമ്മൾ മത്തി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മത്തിയുടെ വയറ്റിനകത്തുള്ള വേസ്റ്റും നമ്മൾ ഈ മുട്ടയൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഒരു കറുത്തൊരു പാട പോലെ കാണും. അത് നമ്മൾ ഈ കത്രികയ്ക്ക് തന്നെ ഒന്ന് ചുരണ്ടി എടുത്ത് മാറ്റണം. അതുണ്ടെങ്കിൽ കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് മത്തി വെട്ടുന്നത് മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. മൊത്തം മത്തി വെട്ടുന്നത് ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഫോണിനകത്ത് സ്പേസ് പോകും, മെമ്മറി കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും കാണിച്ചിട്ട് ഇനി കട്ട് ചെയ്തിട്ട് എനിക്ക് സ്പീഡിൽ ഇതെല്ലാം വെട്ടി തീർക്കണം. കുഞ്ഞ് വരുന്നതിന് മുമ്പ് ഈ പരിപാടിയൊക്കെ തീർത്താലേ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത്രയും മത്തി ഉണ്ടായിരുന്നു. മത്തിയുടെ മുട്ട കാണിച്ചു തരാവേ ഞാൻ. ഇത് കണ്ടോ, ഇത്രയും മത്തിയുടെ മുട്ടയുണ്ടായിരുന്നു. ഇത്രയും മത്തി വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കണം. കുറച്ച് മുട്ട ഫ്രൈ ആക്കണം. ബാക്കിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റാൻ പോവാണ്. കുറച്ചായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഹാർബറിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എല്ലാം എന്തായാലും വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴുകണം. അത് കഴിഞ്ഞിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ വരാം. അപ്പം മത്തി വെട്ടിയ വേസ്റ്റൊക്കെ ഞാൻ പുറത്ത് കൊണ്ട് കഴുകിയിട്ട് നേരെ വന്ന് നമ്മൾ മത്തി കഴുകാൻ വേണ്ടി ഈ പാത്രത്തിലോട്ട് ഇട്ട്. അപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം കൂടി ഈ പാത്രത്തിലിട്ട് കഴുകാൻ പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ ഇതിങ്ങനെ ട്രിപ്പായിട്ടാണ് ഓരോ വെച്ചാൽ ബോക്സിലാക്കി വെക്കേണ്ടതിന് ഓരോ ട്രിപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴുകി നല്ലപോലെ ഉപ്പിട്ട് തേച്ച് കഴുകി അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് ഒരു 3-4 വട്ടം കഴുകണം. അതായത് വെള്ളത്തിനകത്ത് നമ്മുടെ രക്തത്തിൻ്റെ കളറില്ലാതെ നല്ല പ്ലെയിൻ വെള്ളത്തിൽ മീൻ കിടക്കുന്ന പോലെ ആവണം. അതാണ് കണക്ക്. ആ ഒരു കണക്ക് വരെ വൃത്തിയായിട്ട് കഴുകിയെടുക്കും. ഇപ്പോൾ ആദ്യം നമ്മൾ കഴുകുമ്പോൾ നല്ലപോലെ രക്തത്തിൻ്റെ ഇതുണ്ട് വെള്ളത്തിൽ, രക്താംശം. പക്ഷേ ലാസ്റ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി വരുമ്പോഴത്തേക്കിനും വെള്ളം നല്ല പ്ലെയിൻ ആയിട്ടിരിക്കും, രക്തത്തിൻ്റെ കളറ് കാണത്തില്ല.
അപ്പം ഞാൻ ഈ മത്തിയെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ 12:30 ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കഴുകി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇനിയും കുറേ അധികം മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ മുട്ടയും ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ചെതുമ്പൽ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ കറുത്തൊരു പാടയുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ മുട്ടയ്ക്കകത്തുനിന്ന് ആ കറുത്ത പാട അങ്ങ് റിമൂവ് ചെയ്യും. കാരണം ചിലപ്പോൾ അത് കിടന്ന് കഴിക്കും എന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ആ കറുത്ത പാടയെല്ലാം ഇങ്ങനെ ഓരോ മുട്ടയുടെ എടുത്തെടുത്ത് മാറ്റി എന്നിട്ട് ബാക്കി 2-3 ബോക്സസിലാക്കി വെക്കും. ഡെയിലി കുഞ്ഞിന് വറുത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. പണ്ടൊക്കെ ഇങ്ങനെ പരുന്നിയിൽ അപ്പം ഉണ്ടാക്കുക, പരുന്നിയിൽ തോരൻ ഉണ്ടാക്കുക, അതൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും മുട്ട കിട്ടിയപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇത് ഇത്രയും മീൻ വാങ്ങിച്ചത് തന്നെ കുഞ്ഞിന് മുട്ട ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അവനിപ്പോൾ ചെറുപ്രായമായതുകൊണ്ടും ഇതൊക്കെ അവന് ഭയങ്കര ഹെൽത്തി ഫുഡാണല്ലോ. അപ്പം ആവശ്യമില്ലാതെ ബേക്കറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ലത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള നല്ല പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ അധികം എണ്ണയൊന്നും ഒഴിക്കാതെ മസാലകളൊന്നും അധികം ചേർക്കാതെ തന്നെ അവന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ദേ ഇത്രയും മീൻ നമുക്ക് ഇന്ന് വറക്കാൻ വേണ്ടി ഞാൻ മത്തി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മത്തി വരയുന്നത് നല്ല അടുപ്പിച്ചാണ് വരയുന്നത്. ഇതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ ഓരോ നിബന്ധനകളാണ്. പുള്ളിക്ക് ഇങ്ങനെയൊക്കെ വരഞ്ഞ് കഴിക്കുന്നതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ പഠിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ വരഞ്ഞ് വറക്കാനായിട്ട് വെച്ച് അതിൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മത്തി വറക്കുന്നതും. ഓൾമോസ്റ്റ് എല്ലാ ഫുഡും നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. പിന്നെ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ അധികം ഞാൻ മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ദേ മത്തിയുടെ തല ഞാൻ കളയത്തില്ലെന്ന് പറഞ്ഞില്ലേ, ദേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിക്കും, ഉപ്പിടത്തില്ല. വേവിച്ച് ദേ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരാൾക്ക് കൊടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുഞ്ഞിനായിട്ട് ദേ പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആ ബാക്കി മീൻ വറുത്തതിൻ്റെ ബാക്കി മസാലയിലോട്ടാണ് നമ്മൾ ഈ പരുന്നിയിലും കൂടി ഇട്ടൊന്ന് പുരട്ടിയെടുക്കുന്നത്. അതിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കത്തതേ ഉള്ളൂ. അങ്ങനെ വേവിച്ച് അങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് ഒത്തിരി വേവിച്ച് അങ്ങ് കരിക്കത്തില്ല. പരുന്നിയിൽ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് നമുക്ക് ആർക്കും താല്പര്യമില്ല. ഇങ്ങനെ ആ സമയം കൊണ്ട് ദേ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ദേ കൈയോടെ അടച്ചിടാൻ പോവാണ്. ഞാൻ ചോറ് അടച്ചിടുന്ന ടെക്നിക്ക് കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സിനകത്ത് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കി ഞാൻ ഇങ്ങനെയാണ് അടച്ചിടുന്നത്. ഇതാണ് എനിക്ക് കംഫർട്ടബിൾ. പിന്നെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊരു മീൻകറിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. വെറുതെ പച്ചമുളകും ഇഞ്ചിയും മസാലകളും കൂടി ഇട്ട് കൊടുക്കുക. മസാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടത്തുള്ളൂ. കുരുമുളക് പൊടിയും അതും ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മീനും ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ ഈ മത്തി നല്ല മുട്ടയുള്ള നെയ്മത്തിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറി വളിച്ച് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം അത് അത്ര വലിയതായിട്ട് പറയാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നൊരു മത്തിക്കറിയാണ്. വെളിച്ചെണ്ണ പോലും നമ്മൾ അതിനകത്ത് ഒഴിക്കത്തില്ല. അപ്പോൾ മീൻ കറിയായി മീൻ വറുത്തതും ഏകദേശം ആയപ്പോഴത്തേക്കിനും ഞാനൊരു പുളിശ്ശേരിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻ കറി ആയിട്ടില്ല കേട്ടോ. മീൻ കറി തിളയ്ക്കുന്നതേ ഉള്ളൂ. എൻ്റെ അടുപ്പേ കിടന്ന് അത് ലോ ഫ്ലെയിമിൽ അവിടെ കിടന്ന് പതുക്കെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. അപ്പോൾ ഏകദേശം മീൻകറി മാത്രമേ ഉള്ളൂ ആവാത്തത്. മീൻ വറുത്തതും മീനിൻ്റെ മുട്ടയും പിന്നെ പുളിശ്ശേരിയും കൂടി ചേർത്ത് ഞാൻ കഴിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ കുഞ്ഞിനും കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് മുട്ട ഇഷ്ടമായതുകൊണ്ട് അവൻ വന്ന് പാത്രത്തിൽ നിന്ന് എടുത്തെടുത്ത് കഴിക്കും. അപ്പോൾ അത് മൊത്തം അവന് കഴിക്കാനുള്ളതാണെങ്കിലും മൊത്തം കൂടെ ഒരുമിച്ച് ഞാൻ കൊടുക്കത്തില്ല. ഇങ്ങനെ ഇച്ചിരി എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മീൻ വറുത്തത് നിറച്ച് മുള്ളായതുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് മൊത്തം അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അയ്യോ അത് വിട്ടുപോയി, ആരാണ് നമ്മുടെ മീൻ തല തിന്നുന്നതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. അത് നമ്മുടെ ജിമ്മിക്കുട്ടനാണ്. ദേ കണ്ടോ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മീൻ ഇതുപോലെ മത്തിത്തല അവനാണ് കൊടുക്കാറ് എപ്പോഴും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.